ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വർത്താനം? ഇന്നെൻ്റെ നിക്കാഹ് ആനിവേഴ്സറി ആട്ടാ. അതുകൊണ്ട് ഇന്നലെ എടുത്ത വീഡിയോസാണ് ഈ കാണുന്നത്. പിന്നെ വീട്ടിലുള്ള റോസാപ്പൂ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാ. ഒരു കുഞ്ഞു കേക്ക് കൂടെ ഉണ്ടായിരുന്നിട്ടാ. പിന്നെ ഞങ്ങൾ 12 മണിയാകുമ്പോഴേക്കും വിഷൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങനെ കിടന്നുറങ്ങി. രാവിലെ നേരത്തെ ആദ്യം എണീച്ചിട്ടാട്ടോ ഞങ്ങളെല്ലാവരും എണീച്ചത്. അൻവർക്കൊക്കെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് അൻവർക്ക് രാവിലെ നേരത്തെ ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ട്. അതുവിന് രാവിലെ എണീച്ചതും ഒന്നില്ല അവൻ്റെ സ്പൈഡർമാനെ വേണം, അല്ലെങ്കിൽ ഇതുപോലെ ബോൾ കളിക്കാൻ വേണം കേട്ടാ. അതിനെ ഞാൻ നെയ്സിൽ വീട്ടിൻ്റെ ഉള്ളിലേക്കാക്കിയിട്ടാ. ഇന്നലെ ഞാൻ ഇവിടെ വെച്ച ബലൂണൊക്കെ അത് രാവിലെ എണീച്ചിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ പിന്നെ പഴയ സാധനങ്ങൾ അതിൻ്റെതായ സ്ഥലത്ത് തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തുണി കുറച്ച് മടക്കാനുണ്ടായിരുന്നു കേട്ടാ. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അൻവർക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പാപ്പിയും മോനും കൂടെ മുറ്റത്ത് ഫുട്ബോൾ കളിക്കലായിരുന്നു കേട്ടാ. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഒന്ന് അടിച്ചു തരി ഞാൻ അൻവർക്കും അതും എന്താ ചെയ്യണമെന്ന് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ. ആ മുറ്റത്ത് കാണുന്നതൊക്കെ അൻവർഖാൻ്റെ ക്യാമ്പിത്തെ സാധനങ്ങളാട്ടാ. ക്യാമ്പിത്തെ പിള്ളേർ വരുമ്പോഴേക്കും ഏകദേശം ഇതൊക്കെ പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ആദൂന് ഇന്നലെ കേക്ക് വാങ്ങിയതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. ഞങ്ങൾ ഇന്നലെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആദൂന് കേക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ക്യാമറ ഒക്കെ ഓണാക്കിയിട്ട് പോയതായിരുന്നു. അവർക്ക് എന്തോ ഇപ്പോൾ കേക്കിനോട് വലിയ താല്പര്യമൊക്കെ കുറഞ്ഞ പോലെ. ആദും അന്വർക്കും പാടെ റോട്ടിൽ പോയിട്ട് മുട്ടായിക്ക് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ കേക്ക് കൊണ്ടു കൊടുത്തത്. കേക്കിലുള്ള മധുരം കൊണ്ടാ തോന്നുന്നു അവന് ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് ചിക്കനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. ചിക്കൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയാണ് അവന്. അത് നേരത്തെ മീനും ചിക്കനൊക്കെ നല്ലോണം കഴിക്കുമായിരുന്നു കേട്ടാ. ഇപ്പോൾ കുറച്ചായിട്ട് മീനും ചിക്കനൊന്നും അവൻ കഴിക്കലില്ല. പക്ഷേ ഇന്ന് നല്ല കുട്ടിയായിട്ട് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അൻവർഖാൻ്റെ കൂടെ പുറത്തു പോകണം പറഞ്ഞിട്ട് അത് എപ്പോഴും കറിയിട്ടാ. അപ്പോൾ അന്നർക്കൊരു മുട്ടായോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തെന്ന് വെച്ചാൽ അവൻ നല്ല കുട്ടിയായിട്ട് ഇരിക്കും കേട്ടാ. നേരൊരു ഉച്ചയായിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ ഓട്ടിൻ്റെ ഇടയിൽ കൂടെ വെളിച്ചം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആദവും കൂടെ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അന്നൂർക്ക് ഉമ്മയും കൂടെ ബാങ്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ വരുമ്പോൾ ആദൂന് മുട്ടായി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അവൻ എനിക്ക് ഒരു മുട്ടായി എടുത്ത് തരുമായിരുന്നു. ഞാൻ പഠിച്ച അംഗനവാടിയിൽ ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. ഞാനും അതും പാടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടാ. അവിടെ അതുവിൻ്റെ താത്താരുണ്ടായിരുന്നു. ക്രിസ്മസ് സെലിബ്രേഷൻ ആയതുകൊണ്ട് അവിടെ ഫ്രണ്ട്സിനൊക്കെ തിരഞ്ഞെടുക്കുമായിരുന്നു. നല്ലൊരു അടുക്കളത്തോട്ടമൊക്കെ ഉള്ളൊരു അംഗനവാടിയാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരു അംഗനവാടി ആയിട്ടത്. ടീച്ചേഴ്സ് ആണെങ്കിലും ഹെൽപ്പേഴ്സ് ആണെങ്കിലും പിള്ളേരൊക്കെ നല്ലോണം നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പിള്ളേർ നിറയുണ്ട് കേട്ടാ. ഇവിടെ ബാക്കിൽ നല്ലൊരു കുളത്തിൻ്റെ അടിപൊളി വ്യൂ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ 5-ാം മൈലിലെ പുതുക്കുളങ്ങര. നല്ല രസമല്ലേ. പിന്നെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഒരു ഭാഗത്ത് ഇരിക്കണേ ഉണ്ടായിരുന്നില്ല. അവന് കേക്ക് എടുത്ത് പോയി അപ്പുറത്ത് സൈക്കിൾ എന്തുണ്ട് അതിൽ പോയി ഇരുന്ന് തിന്നുമായിരുന്നിട്ടാ. പിന്നെ അൻവർക്ക് ഞങ്ങളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസുവിനും ഫിസുവിനും ടാറ്റ എടുത്തിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. അതും ഓടിപ്പോയി സ്റ്റോപ്പ് സ്റ്റോപ്പ് പാപ്പ സ്റ്റോപ്പ് സ്റ്റോപ്പ് പറയായിരുന്നു കേട്ടാ. ഞാൻ പിന്നെയും ടാറ്റ പറഞ്ഞിട്ട് ഞാനും അൻവർക്കും അതും പാടെ കാടൂർക്ക് വന്നു കേട്ടാ. ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫുഡ് കഴിക്കാണ്ട് വേഗം റെഡിയായിട്ട് പോവുകയാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചു. പിന്നൊരു 6 മണി ആ ഒരു ടൈം ആകുമ്പോൾ ഞാൻ ഡയറ്റ് ആക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കുഞ്ഞ് ക്യാരറ്റ് ഓംലേറ്റും പിന്നെ ഷേക്കാട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് അൻവർക്ക് രാത്രി ഈ അൽഫാമിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, ഇങ്ങനെ ഒരു അൽഫാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതും നൂൽ പൊറോട്ടയും കൂടെ കഴിച്ചു. ഇന്നത്തേതൊരു കുഞ്ഞു വീഡിയോ കേട്ടാ. ഇനി ഞാൻ നാളത്തെ വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.